ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ഈസി ആയിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പി കാണാം കേട്ടോ. നമുക്ക് രാവിലെയൊക്കെ ദോശയൊക്കെ ഉണ്ടാക്കി മടുത്ത് നിൽക്കുന്ന സമയത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി പിടിക്കാൻ തോന്നുന്ന സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി ആട്ടോ ഇത്. കറിയൊന്നും ആവശ്യമില്ല, നമുക്കിത് കഴിക്കാൻ വേണ്ടി കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും കൊടുക്കാം, ഹെൽത്തിയും കൂടിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിരിക്കും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല. നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു റെസിപ്പി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് പച്ചരി വെച്ചിട്ടാട്ടോ. ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര വേണമെന്നനുസരിച്ചിട്ട് അതിൻ്റെ അളവ് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഒരു കപ്പ് പച്ചരി വെച്ചിട്ട് നമുക്കൊരു 4-5 ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുമേ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് കഴുകി എടുക്കുന്നുണ്ട്. 3-4 വെള്ളത്തിൽ പച്ചരി നന്നായിട്ട് കഴുകി എടുക്കാം. കുറഞ്ഞതൊരു 1.5 മണിക്കൂർ 2 മണിക്കൂർ ഒന്ന് ഇതിനൊന്ന് സോക്ക് ചെയ്തിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ പച്ചരിയൊക്കെ കുതിർത്ത് വെക്കാൻ വേണ്ടി മറന്നു പോയിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റും കൂടിയാട്ടോ ഇത്. 1.5 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമുള്ള പച്ചരി നന്നായിട്ട് കുതിർന്ന് കിട്ടിക്കോളേ. രാവിലെ നമ്മൾ പണിയൊക്കെ ഒന്ന് ഒതുക്കുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ പച്ചരി അങ്ങ് നന്നായിട്ട് സോക്കായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇതാ നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇരുന്ന് സോക്ക് ചെയ്താൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. 1.5 മണിക്കൂർ 2 മണിക്കൂർ കൂടിപ്പോയാൽ അതിനത്ര കൂടുതലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതാ സംഭവം നല്ല നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് മല്ലിയിലയാട്ടോ ചേർക്കുന്നത്. മലയുടെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമില്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് നമ്മൾ അറിയേയില്ല. നമ്മളിപ്പോൾ അതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി, നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു വലുപ്പത്തിലെ ഇഞ്ചി എടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കേട്ടോ വേണ്ടുന്നത്. അപ്പോൾ അത് 1-2 നമ്മളെ എരിവിനനുസരിച്ചിട്ട് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി പച്ചമുളക് ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലേ. അതിലേക്ക് നമ്മളിപ്പോൾ ഇതാ സോക്ക് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള പച്ചരിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആവശ്യമുള്ള വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ആദ്യം തന്നെ ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. അതിന് ശേഷമാട്ടോ നമ്മളിതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നമ്മളിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ചോറ് ചേർക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ചോറ് ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ചോറിന് പകരമായിട്ട് അവിൽ ചേർക്കാം കേട്ടോ. അവിലൊന്ന് ചെറുതായിട്ട് വെള്ളത്തിലൊന്ന് കഴുകി എടുത്തിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ചോറുണ്ടെങ്കിൽ ചോറ് ചേർത്താലും മതി കേട്ടോ, രണ്ടായാലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മളിത് ആ ചോറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അരച്ചെടുത്ത മാവ് നമ്മളിതാ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആ ഉപ്പൊന്നും നേരത്തെ അരക്കുന്ന സമയത്തൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് നമ്മളിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതിന് കൂടെ തന്നെ നമുക്കൊരു പിഞ്ചോളം ബേക്കിംഗ് സോഡ ചേർക്കാം. നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ ബേക്കിംഗ് സോഡയും കൂടി ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറച്ച് സമയമൊക്കെ വെക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ ഇത് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇതുപോലെ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പം നമ്മളെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ വേണം മാവ് റെഡിയാക്കി എടുക്കാൻ, കട്ടി ഉണ്ടാകാൻ പാടില്ല. അത്യാവശ്യം നല്ല ലൂസായിട്ട് തന്നെ മാവ് റെഡിയാക്കിയിട്ട് എടുക്കണം. അപ്പോൾ നമ്മളിതാ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചീനച്ചട്ടി എടുക്കാം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്കുള്ള ഏത് പാത്രം വെച്ചിട്ടും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റിയ ഇന്നേ പാത്രം തന്നെ വേണമെന്നൊന്നുമില്ല. അതിലേക്ക് ഞാനിപ്പോൾ ഇതാ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ ചേർത്തിട്ട് ചെയ്യാം കേട്ടോ. വെളിച്ചെണ്ണ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാകും. അതിലേക്ക് നമുക്ക് എത്ര വലുപ്പത്തിലാണ് വേണമെന്നനുസരിച്ചിട്ട് മാവ് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണുള്ള മാവ് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇനി ഇത് അടച്ച് വെക്കണേ. മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് മുകൾ ഭാഗം ഒന്ന് പൊങ്ങി വരുന്ന സൈഡൊക്കെ ഒന്ന് മുരിഞ്ഞ് വരുന്നത് നമ്മൾ കാണുമല്ലോ. ആ ഒരു സമയത്ത് നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. ഒരുപാട് സമയം എടുക്കില്ല, പെട്ടെന്ന് റെഡി ആയിട്ട് വരിക. അരിയത്തൊന്നും മാറാനേ പറ്റില്ല, പെട്ടെന്ന് കരിഞ്ഞു പോകും. അല്ലാന്നുണ്ടെങ്കിൽ ഇതാ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും. നമുക്ക് 1 മിനിറ്റ് പോലും വേണ്ട കേട്ടോ ഇതൊന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. സൈഡ് ഭാഗം നന്നായിട്ട് ഇതാ മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരട്ടെ ഈ ഒരു സമയത്ത്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട്. രാവിലെയൊക്കെ സിമ്പിളായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന അടിപൊളി റെസിപ്പി ആട്ടോ ഇത്. നമുക്ക് കറിയൊന്നും ആവശ്യമില്ല. നമ്മൾ ഇതിപ്പം പച്ചരി വെച്ചിട്ടല്ലേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന അരി ഉണ്ടല്ലോ, ആ ഒരു അരി വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത ആ ഒരു സ്മെല്ലാട്ടോ ഇതിനുണ്ടാകാൻ. നല്ല ടേസ്റ്റുമാണ്, കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ക്രിസ്പി ആയിരിക്കും, നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ അങ്ങ് ഉണ്ടാക്കിയെടുക്കാം, പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ട് ഇത്. നമുക്ക് കുട്ടിക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാം. അവർക്ക് കാണുമ്പോൾ നല്ലൊരു വെറൈറ്റി ആയിട്ട് തോന്നുകയും ചെയ്യും. അപ്പോൾ ഇഷ്ടത്തോടു കൂടി അങ്ങ് കഴിക്കുകയും ചെയ്യും കേട്ടോ. ഒരുപാട് വലുപ്പത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ കുട്ടി ദോശയാക്കിയിട്ടും ഉണ്ടാക്കിയിട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു അരവ് വെച്ചിട്ട് തന്നെ നമുക്ക്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാക്കിയാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക് യു.